ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിതാ കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഷൊർണൂരിലോട്ടാട്ടോ. ഇന്ന് എൻ്റെ ഏച്ചിൻ്റെ ഹൗസ് വാമിംഗ് ആണ്, കസിൻ സിസ്റ്ററിൻ്റെ. അപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നമ്മളിതാ തട്ടുകടയിൽ കഞ്ഞി ഉണ്ടെന്നുള്ള ബോർഡ് കണ്ടിട്ടാട്ടോ അവിടെ കയറിയത്. പക്ഷെ ഞാൻ വിചാരിച്ചത് പഴങ്കഞ്ഞിയും മരച്ചീനിയും തൈതൊക്കെ കൂട്ടിയുള്ള വിഭവസമൃദ്ധമായ കഞ്ഞിയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവിടെ എന്താ നോർമൽ കഞ്ഞു ഐറ്റംസും ആയിരുന്നു കേട്ടോ. വറുത്തമീനൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അച്ഛനും പൊന്നൂസും ഇതാ ബൂരി മസാലയാണ് കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നേരെ ഏച്ചിയുടെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ആ കാണുന്നതാണ് വീട് കേട്ടോ. പിന്നെ ഇപ്പം എല്ലാ സ്ഥലത്തും ഇതാ ചൂടോട് ചൂടല്ലേ, ഇതിപ്പോൾ അവരുടെ കാലാണല്ലോ. അപ്പോൾ ഇതാ ഗണപതി ഹോമം കഴിഞ്ഞ പ്രസാദം ഇതാ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഏട്ടെ. അപ്പോൾ ഇതാ ഏച്ചിയൊക്കെ നമ്മളെ വെൽക്കം ചെയ്യാണ്. പിന്നെ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ എണ്ണം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് എവിടെ നോക്കിയാലും ക്യാമറ കണ്ണുകളാണ്. എല്ലാവരും ഏത് സമയവും നല്ല ഒരുങ്ങിയും കൊണ്ട് വേണം നിൽക്കാൻ എന്നാണ് നമ്മൾ അവിടെ നിന്ന് ട്രോളിങ് കൊണ്ടിരിക്കുക കേട്ടോ ഓരോരുത്തർ. പിന്നെ അതാ നമ്മുടെ സെൽഫി, എവിടെ പോലും നമുക്ക് സെൽഫിയും പോസൊക്കെ മസ്റ്റാണല്ലോ. ജാൻവീനെ പോയ പാടെ അപ്പൂസേട്ടൻ തൂക്കിയിട്ടുണ്ടോ. അത് കഴിഞ്ഞാൽ മാമി വെൽക്കം ഡ്രിങ്ക് ഒക്കെ എടുത്ത് കൊണ്ട് തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ച് ഈ ചൂടത്ത് ആ വെള്ളം കിട്ടുമ്പോഴൊരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണല്ലോ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ഗണപതി ഹോമൊക്കെ കഴിഞ്ഞതിൻ്റെ സംഭവമാണ് കേട്ടോ ഇതൊക്കെ. പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു പൂജയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാവിലത്തെ ഗണപതി ഹോമത്തിന് മുൻപ് നമ്മൾ എത്തണം എന്നാണ് വിചാരിച്ചതെങ്കിലും നമുക്ക് എത്താൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ നമ്മളിതാ ഓരോ സ്ഥലങ്ങൾ കയറി കാണാം കേട്ടോ. റൂമൊക്കെ കയറി കാണാണ്. അബിയും അമ്മുക്കെ മേലെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ദാസിനെ കെട്ടിപ്പിടിച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്താം കേട്ടോ. അങ്ങനെ പിന്നെ ഇവർ പതിവ് പോലെ കഥ പറച്ചിലാണ്, കഥ പറച്ചിൽ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ജാൻവിയും അല്ലും പിന്നെ അവരുടേതായിട്ടുള്ള ലോകത്ത് കളിയോട് കളിയാണ് കേട്ടോ. പിന്നെ ഉച്ചയായി, ലഞ്ച് ടൈം ആയി, എല്ലാവരും ലഞ്ച് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഈവനിങ് ഒരു പൂജയും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് വെജിറ്റബിൾ ബിരിയാണി ആക്കിയത് കേട്ടോ. പിന്നെ ഫുഡ് വിളമ്പി കൊടുക്കലും ഫുഡ് കഴിക്കലും അല്ലും ജാനും അതിൻ്റെ ഇടയിൽ കളിക്കലും അതൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഏട്ടന്മാരും കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാവരും സിറ്റ് ഔട്ടിൽ വന്നിരുന്നു കഥ പറച്ചിലാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഏച്ചിൻ്റെ ആദ്യത്തെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെ പോകുന്ന വഴിക്ക് നമ്മൾ മയിലിനെയൊക്കെ കണ്ടിട്ടോ. ഇവിടെ ചെല്ലുമ്പോൾ നല്ലൊരു നൊസ്റ്റാൾജിയ ഫീലാണ് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് നല്ല തണുപ്പായിരിക്കും കേട്ടോ. ആ വെയിലത്ത് നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ നല്ലൊരു സുഖമാണ്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആ വീട്ടിലേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ അതെല്ലാവരും സാധനങ്ങളായിട്ട് പോവുകയാണ്. എൻ്റെ കയ്യിലുണ്ട് വലിയൊരു ബിഗ് ഷോപ്പർ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമുക്കിതാ തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്, നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കോഴിക്കോട്ടിലേക്ക് വിടാണ് കേട്ടോ. കോഴിക്കോട് എത്തിയതിൻ്റെ ശേഷം നമ്മളിതാ ഡിന്നർ കഴിക്കാൻ കയറിയിട്ടുണ്ട്. ബിരിയാണിയും പുട്ടും പൊറാട്ട, അയില വറുത്തത്, ബീഫ് ഫ്രൈ അതൊക്കെ ആട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. ഇനി വേറെ എവിടെയും കയറാനൊന്നുമില്ല. ഇപ്പം ടൈം ഏകദേശം നല്ല ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ഛനെയും അമ്മേനെയും പൊന്നൂസിനെയും വീട്ടിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ. അങ്ങനെ അവരെ വീട്ടിലാക്കിയപ്പോൾ അല്ലൂട്ട് അവരെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കരച്ചിൽ വക വെക്കാതെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.